ज्ञानातिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वापदान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथनवितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमः। ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ഞാൻ സാധാരണമായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ ചെറിയതായിട്ട് മലയാളത്തിൽ ശ്രമിക്കാം. ബുദ്ധിമുട്ടായെങ്കിലും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും. നമ്മുടെ ഭാഗവതം പറഞ്ഞ ഭഗവതത്തിനെ പോലെ ഒരു ഗ്രന്ഥം, അതിൻ്റെ മഹിമ, അതിൻ്റെ ഇരിക്കുന്ന തത്വങ്ങൾ, അത് നമുക്ക് പറയുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു വിധത്തിൽ സരളമായിട്ട് പറയാൻ പറ്റും. ഇനി ഒരു സൈഡിൽ ഡീപ്പായിട്ട് ആഴമായിട്ടുള്ള ഈ തത്വങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഞാനിന്ന് വളരെ പ്രത്യേകമായിട്ട് ഭാഗവത സ്തുതി, ഭാഗവതത്തിൻ്റെ മഹാത്മ്യം, അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം. അതില്ലാതെ ഭാഗവതത്തിൻ്റെ 10ാമത്തെ കാണ്ഡത്തിലിരുന്ന് എന്തെങ്കിലും ഒരു ലീല അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാം. അത് ഭാഗവതം നമ്മൾ പറയുന്നപ്പോൾ എപ്പോഴും 2 വിധമായിട്ടുള്ള ഭാഗവതം. ഒന്ന് പുസ്തകം ഭാഗവതം, ഇനി ഭക്തൻ, വ്യക്തി ആയിട്ടുള്ള ഭാഗവതൻ നമ്മൾ പറയാറുണ്ട്. ഇതിൽ രണ്ടിലെയും ഭാഗവതൻ ആ ശുദ്ധഭക്തൻ, പരമഹംസൻ, അദ്ദേഹത്തിൻ്റെ മഹിമ ഭാഗവതത്തിൽ ഫുള്ളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഭാഗവതം നിഗമകൽപ്പത്തരോർ ഗരിതം ഫലം സുഖമുഖാദമൃത ദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിലെ ശുകദേവ ഗോസ്വാമി കുറിച്ച് പറയുന്നുണ്ട്. സുഖദേവനാണ് ഈ ഭാഗവതത്തിൻ്റെ ഹീറോ എന്ന് പറയാം. ഭാഗവതം നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ സുഖദേവ് മഹാരാജയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകമായിട്ട് സുഖദേവനെ കുറിച്ച് സൂത ഗോസ്വാമി പലതും പറയുന്ന നൈമിഷാരണ്യം ആ സ്ഥലത്തിൽ ആ ഋഷികൾ മുടിയും കൂടെ സംസാരിക്കുന്ന മുമ്പ് സുഖദേവൻ്റെ സ്തുതി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സുഖദേവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ ചെറിയതായിട്ട് മനസ്സിലാക്കാം. ഈ ഗ്രന്ഥം നിഗമകൽപ്പത്തരോർ ഗലിതം ഫലം സുഖമുഖാത് അമൃത ദ്രവ സംയുതം. ശുക്രന്റെ മുഖത്തിലിരുന്ന് വരുന്നപ്പോൾ എന്ത് അതിൻ്റെ സ്പെഷ്യാലിറ്റി?
ഈ ശ്ലോകത്തിന് മുമ്പ് യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതീർഷതാം തമോ അന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനം ഉപയാം ഗുരുണാം. സൂത ഗോസ്വാമി സുഖദേവ ഗോസ്വാമിയുടെ സ്തുതി പറയുന്നുണ്ട്. അതിൻ്റെ യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം, അഖിലശ്രുതിസാരം ഏകം. ഈ വേദത്തിൻ്റെ ശ്രുതിയുടെ എല്ലാ സാരവും കറഞ്ഞു കുടിച്ച് ആ സുഖദേവ ഗോസ്വാമി ആണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടാണ് നാരായണ നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയത് എന്ന് പറയുന്നത്. ഫസ്റ്റ് സുഖദേവ മഹാരാജൻ്റെ സ്തുതി പറഞ്ഞിട്ട് പിന്നെ വ്യാസദേവൻ എന്ന് പറയുന്നത്. സുഖദേവൻ വ്യാസദേവൻ്റെ മകനാണെന്ന് നമുക്കറിയാം. പക്ഷേ ഫസ്റ്റ് സുഖദേവൻ്റെ സ്തുതി പറഞ്ഞിട്ട് പിന്നെയാണ് വ്യാസൻ്റെ സ്തുതി. ആര്? സൂത ഗോസ്വാമി എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വ്യാസദേവനെക്കാളും ഇനി ഇമ്പോർട്ടൻ്റ് ആണ് സുഖദേവ ഗോസ്വാമി. എന്തിനാ? സുഖമുഖാദമൃതദ്രവ സംയുത. അതില്ലാതെ സുഖദേവൻ സംസാരിക്കുന്നപ്പോൾ അവിടെ ഓഡിയൻസിൽ ആരാണ്? വ്യാസദേവൻ, നാരദമുനി, പരാശരമുനി. വ്യാസദേവൻ്റെ അച്ഛനുണ്ട് ഇവിടെ. സുഖദേവ ഗോസ്വാമി സംസാരിക്കാൻ വന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിലും നമ്മുടെ ഈ സ്ഥാപക ആചാര്യൻ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അഖില ഉലക കൃഷ്ണഭക്തി ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ആചാര്യൻ പ്രഭുപാദ് ഇവിടെ ഇരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഇരുന്നാണ്. ഞാനിവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കില്ല. ഞാൻ താഴെ ഇറങ്ങി അവിടെ എവിടെയെങ്കിലും ബാക്ക് സീറ്റിൽ ഇരുന്ന് ഇവിടെ സംസാരിക്കട്ടെ എന്ന് പറയും. പക്ഷെ സുഖദേവൻ ഗോസ്വാമി അവിടെ ഇരുന്നിട്ട് നമസ്കരിച്ചു. അവിടുന്ന് വ്യാസദേവനെ നാരദമുനിയെയും പരാശരമുനിയും നമസ്കരിച്ചു. പിന്നെ ആസനിൽ കയറിയിരുന്നു. സുഖദേവ് ഗോസ്വാമി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. അവിടെ ആര്? വ്യാസദേവനും പരാശരമുനിയും നാരദമുനിയും. എന്തിനാ? സുഖമുഖാത് അമൃതദ്രവ സംയുതം. വ്യാസദേവൻ എഴുതി കഴിഞ്ഞു ഭാഗവതം. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ കാണ്ഡത്തിൽ ആ കഥ കേട്ടിട്ടില്ല. നമ്മൾ എങ്ങനെ അദ്ദേഹം എഴുതി എന്ന് പറഞ്ഞിട്ട് നാരദമുനി വന്നിട്ട് നാരദമുനി കൊടുത്ത പ്രേരണത്തിൽ അദ്ദേഹം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ആ വ്യാസദേവൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് സുഖദേവൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. എന്തിനാ? സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. അത് രസത്തോടെ പുറത്തു വരുന്നുണ്ട് സുഖദേവന്റെ മുഖത്തിലിരുന്ന്. വ്യാസദേവ് എഴുതിയിരിക്കുന്നല്ലേ ഇത് രസിക ഗ്രന്ഥം എന്ന് പറയുന്നത്. രസിക ഭക്തന്മാർ അതിനെ മനസ്സിലാക്കാൻ പറ്റും. സാധാരണമായിട്ടുള്ള ഭക്തന്മാർ അത്ര ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവില്ല. അതിനു മുമ്പ് ഭാഗവതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താത്പത്രയോന്മൂലം ശ്രീമദ് ഭാഗവതേ മഹാമുനീകൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിർമത്സരം അവരാണ് കേൾക്കേണ്ടത്. അവർ കേട്ടെങ്കിൽ അവർക്ക് തക്ഷണ ആ സമയത്ത് തന്നെ അവർക്ക് ഭക്തി ഉത്പന്നമാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ സാധാരണ ഭക്തന്മാരിന് അത് കേൾക്കാൻ പറ്റും. അവർ നിർമത്സരം കാണാം. ഭാഗവതം സുഖദേവ ഗോസ്വാമി സംസാരിക്കുന്നതിന് രസിക ഭക്തന്മാരുണ്ടെങ്കിൽ അവർക്ക് ഇനി കൂടുതൽ മനസ്സിലാവും. ഭാഗവതം രസിക ഗ്രന്ഥമാണ്. സുഖമുഖാദ് അമൃത ദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസിക ഭുവി ഭാവുക. രസമുള്ള ഭാഗവതം നമ്മൾക്ക് കേൾക്കണമെങ്കിൽ രസിക ഭക്തന്മാർക്ക് കേൾക്കാൻ പറ്റും. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ് രസം. രസോ വൈസഹ രസം ഹി ഏവായം ലബ്ധ്വാനന്ദ ഭവതി.
വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് രസമാണ് എല്ലാം. രസോ വൈ സഹ, അതാണ് സത്യം. രസം ഹി ഏവായം ലബ്ധ്വാനന്ദ ഭവതി. ഈ രസം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ രസം എന്തുപോലെ രസമാണ്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ 2 വിധമായിട്ടുള്ള രസമുണ്ട്. ഒന്ന് മായാരസം, നമ്മൾ അനുഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്. മായാരസം എന്ന് പറഞ്ഞാൽ എനിക്ക് നാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ, കഴിക്കാൻ വേണ്ടിയിട്ട്, കാതിന് എന്തെങ്കിലും നന്നായിട്ട് കേൾക്കാം, മ്യൂസിക് ഗാനം എന്തെങ്കിലും കിട്ടുമോ, മൂക്കിന് എന്തെങ്കിലും പെർഫ്യൂം ശ്വാസിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമോ, തൊടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നന്നായിട്ട് സ്മൂത്തായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ ഇതിൽ നിന്ന് പെട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ മായാരസം അത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ ജന്മങ്ങളായിട്ട് നമ്മൾ ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവം സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ പല ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ജ്ഞാനി അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് വാസുദേവൻ സർവമിതി. ഈ ഇന്ദ്രിയങ്ങളുടെ ഈ കോശത്തിൽ നമ്മൾ പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഭക്തി എന്താണെന്ന് പറഞ്ഞിട്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല ജന്മങ്ങൾ ജ്ഞാനിയായിട്ട് ജീവിച്ചിട്ടേ ഉള്ളൂ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ഭാഗവതത്തിൽ ഭക്തിയാണ് ഉത്തമമായിട്ടുള്ള കാര്യം. മദ്ഭക്തി ലഭത്തെ പരാം, ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ മുക്തി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഭക്തി കിട്ടുന്നത്. അത് ഭാഗവതത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു ഭക്തിയുടെ കാര്യത്തെക്കുറിച്ച്. ഭക്തി രസമാണ് രണ്ടാമത്തെ കാര്യം. ആത്മാവിന് എന്ത് ആവശ്യമാണ്, ആ ഭക്തി രസമാണ് ആവശ്യം. ആ ഭക്തിരസം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭഗവാനുടെ കൂടെ ആ സംബന്ധത്തിലെയാണ് കിട്ടുന്നത്. ഭക്തി സംബന്ധത്തിൽ ആ ഭക്തിരസം അനുഭവിക്കാൻ പറ്റും. ആ ഭക്തി രസം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തന്മാർ ജീവിക്കുന്നത്. ഭഗവാനും ആ ഭക്തി രസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാരുടെ കൂടെ ഭഗവാനും വലിയ ആഗ്രഹമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന അവിടെ ഭക്തിരസം സഫലമായിട്ട് ഉത്പന്നമാവും. ഇതാണ് ഭാഗവതം. ഭാഗവതം അതിനെക്കുറിച്ചാണ് ഓരോരോ സ്ഥലത്തിലെയും ഓരോരോ ലീലകളെയും ആ ഭക്തിരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നിട്ട് ആ ലീല ചെയ്യുന്ന ഭക്തന്മാരുടെ കൂടെ. അപ്പോൾ ഈ രസം ഉത്തമമായിട്ടുള്ള രസം. മായാരസം വളരെ ചീപ്പായിട്ട് ലോ ക്ലാസ് രസമാണ്. പക്ഷെ ആത്മാ ആ മായാരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പല ജന്മങ്ങളെടുത്തു. പിന്നെ തൃപ്തിയാവാൻ സാധിക്കുന്നില്ല. ജയാത്മാ സുപ്രസിദ്ധതി. ആത്മാ എങ്ങനെ സുപ്രസിദ്ധത്തിയാവുമെന്ന് പറഞ്ഞാൽ ഭഗവാനുടെ കൂടെ സംബന്ധം ഈ ഭക്തി രസത്തിൽ ഉണ്ടാവുന്നപ്പോൾ ആ രസത്തിൽ ആ സംബന്ധത്തിൽ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുഖമുഖാദമൃതദ്രവ സംയുതം, ആ ഭക്തിരസം നിറഞ്ഞ് ആ ലീലകള് സുഖദേവ ഗോസ്വാമിയുടെ വായിലിരുന്ന് നടന്നത്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് വ്യാസദേവിടെ ഇരിക്കുന്നത്. അപ്പോൾ വ്യാസദേവ് സുഖദേവ ഗോസ്വാമി ജനിച്ചപ്പോൾ 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജനിച്ചത്. വ്യാസദേവ് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദ്വാരക്കയിൽ ചെന്നിട്ട് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. സുഖദേവ ഗോസ്വാമി പുറത്ത് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ടാണ് ജനിച്ചത് സുഖദേവ ഗോസ്വാമി. ജനിച്ചിട്ട് നേരെ പുറത്തു പോയി. അദ്ദേഹം ഓൾറെഡി വലിയൊരു സ്ഥിതിയിലായിരുന്നു. മുക്തി എന്ന കാലം കൂടുതൽ അടഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. മുക്താത്മായിരുന്നു. പോയി കഴിഞ്ഞു. വ്യാസദേവ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ സാധിച്ചില്ല. സമയം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അമ്മയും കണ്ടില്ല, വ്യാസദേവ് അച്ഛനും കണ്ടില്ല. നേരെ പുറത്ത് പോയി, കാട്ടിനകത്ത് പോയി, വനത്തിനകത്ത് പോയതാണ്. അവിടെ ഒരു ദിവസം ധ്യാനം ചെയ്യുന്നപ്പോൾ ആരോ എന്തോ ശ്ലോകങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടു. അവിടെ വ്യാസദേവരുടെ ശിഷ്യന്മാരെല്ലാവരും ചേർന്നിട്ട്
ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടിട്ട് വളരെ നന്നായിട്ടുള്ള ഒരു കോമ്പസിഷനാണെന്ന് പറഞ്ഞിട്ട് കേട്ടു. എനിക്കും അധികം ധ്യാനം ചെയ്യുന്നത് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത് ചെന്നിട്ട് പോയി, നിങ്ങൾ എന്താണ് ശ്ലോകം പറയുന്നത് നിങ്ങളെന്ന് ചോദിച്ചു പോകാം. അഹോബക്കിയം സ്തനകാലകൂട്ടം ജിഘാംസയായാദപി സാധവി ലേഭേ ഗതിം ധാത്രി ഉച്ചിതാം തതോന്യാം കം വാ ദയാലും ശരണം ത്വമേവ. ശുകദേവ ഗോസ്വാമി ഇത് പറയുന്നു ആ ഭാഗവതത്തില്, കം വാ ദയാലും ശരണം ത്വമേവ. ഇതിനേക്കാളും കൂടുതൽ ദയാലു വേറെ ആരായിരിക്കും? ഭഗവാൻ കൃഷ്ണൻ, പൂത്തന, ബക്കി, ബക്കാസുരരുടെ അനിയത്തി ബക്കി എന്ന് പറഞ്ഞ പൂത്തന. പൂത്തനയ്ക്ക് ലേഭേ ഗതിം ധാത്രി ഉച്ചിതാം തതോ അന്യാം. ധാത്രി എന്ന് പറഞ്ഞ ഒരു നഴ്സ് പോലെ ആത്മീയമായിട്ടുള്ള ലോകത്തില് ഭഗവാൻ വന്നിട്ട് ആ പൂത്തനയ്ക്ക് ഒരു സ്പെഷ്യൽ സ്ഥലം കൊടുത്തു. ഒരു അമ്മയെ പോലെ 7 വിധമായിട്ടുള്ള അമ്മകളുണ്ടാവും. അതിലൊന്ന് ധാത്രി നഴ്സ്. അങ്ങനെ പോലെ ഒരു സ്ഥാനം കൊടുത്തു പൂത്തനേന്. എന്തിനാ പറഞ്ഞാൽ പൂത്തന ചെറിയതായിട്ട് ഒരു വാത്സല്യ രസമുണ്ടായിരുന്നു. ഒരു അമ്മയും ഒരു കുട്ടീനും നടുക്കിയിരിക്കുന്ന ആ സ്നേഹം, അതുപോലെ ഒരു തോന്നലുണ്ടായിരുന്നു പൂത്തനയിൽ. അത് നിശ്ചയിച്ചിട്ട് ഭഗവാൻ ഈ ഭക്തി ചെറിയതായിട്ടുണ്ട് പൂത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥാനം കുറിച്ചു. അപ്പോ കം വാ ദയാലു ശരണം ത്വമേവ. ഇങ്ങനെ പോലെ ഒരു ദയാലു വേറെ എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ പറയും. അത് കേട്ടിട്ട് പിന്നെ ശുകദേവ ഗോസ്വാമി അവിടെ എത്തി. ഇതെന്താണ് നിങ്ങളെ ഭജിക്കുന്നു, ഏത് ശ്ലോകമാണെന്ന് ചോദിക്കുന്നപ്പോൾ ആദ്യമാണ് ഭാഗവതം കേൾക്കുന്നത്. ശിഷ്യന്മാർ വഴിയായിട്ട് കേൾക്കുന്നു, വ്യാസദേവന്റെ ശിഷ്യന്മാർ വഴിയായിട്ട്. അപ്പോൾ ഇത് ഭാഗവതമാണ്. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ വ്യാസദേവന്റെ ആശ്രമത്തിൽ നിന്നാണ്. എന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പോയി. അവിടെ നിന്ന് വ്യാസദേവൻ വീണ്ടും ശുകദേവ ഗോസ്വാമിയെ കാണാൻ പറ്റി. കാരണം ഭാഗവതമാണ്. ഭാഗവതം പഠിക്കാൻ വേണ്ടിയിട്ട്, ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അച്ഛനെ കാണാൻ വേണം, അല്ലെങ്കിൽ അച്ഛൻ ആവശ്യമില്ല. അപ്പോൾ അവിടെ നിന്ന് ഭാഗവതം പഠിച്ചു. അച്ഛന് പറയുന്നത് വ്യാസദേവ് പറഞ്ഞത്. പിന്നെയാണ് തിരിച്ചു വന്നിട്ട് പരീക്ഷിക്ക് മഹാരാജന് വേണ്ടിയിട്ട് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സുഖമുഖാദമൃത ദ്രവ്യ സംഹിതം എന്ന് പറഞ്ഞാൽ ശുകദേവ ഗോസ്വാമി ഇത് വ്യാസദേവനടുത്ത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പുറത്ത് വരുന്നപ്പോൾ രസം നിറഞ്ഞ ഭാഗവതമായിരുന്നു. അതാണ് ആ ഭാഗവതം സ്പെഷ്യലാണ്. അപ്പോൾ രസിക ഭക്തന്മാർക്ക് ഇത് മനസ്സിലാവും. രസ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പെഷ്യൽ സയൻസാണ്. രസത്തിൻ്റെ സയൻസ് സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, രൂപ ഗോസ്വാമി ഇതെല്ലാം ഇതിനെക്കുറിച്ച് ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു. വളരെ സ്വീറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഓരോരോ ഭഗവാന്റെ ലീലകളും ഭഗവാൻ ഏതുപോലെ രസം അനുഭവിക്കുന്നു. 5 വിധമായിട്ടുള്ള രസങ്ങൾ, ആക്ച്വലായിട്ട് 12 രസങ്ങളുണ്ടായി. അതിൽ 5 മെയിനായിട്ടുള്ള രസം: ശാന്തരസം, ദാസ്യരസം, സാഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഭഗവാൻ ഇവിടെ ഈ 5 വിധമായിട്ടുള്ള രസങ്ങളുടെ സംബന്ധമുണ്ടാകാൻ പറ്റും ഭക്തന്. ഓരോരോ രസം അനുഭവിക്കുന്നത് ഭക്തന്മാരിന് ഓരോരോ പ്രത്യേകത ഉണ്ടാവും. അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്, അവരുടെ സ്വാദനുസരിച്ചിട്ട് ഭഗവാൻ അതിന് പോലെ റെസിപ്രിക്കേഷൻ. ഭഗവാൻ ഏത് രസത്തിലെയും ഭഗവാന്റെ അടുത്ത് നമുക്ക് സംബന്ധം ഉണ്ടാകാം. ഭഗവാൻ രസരാജ് ആണ്. രസരാജ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രസത്തിൻ്റെ രാജൻ, കിങ് ഓഫ് രസാസ്. ആര് ഏത് രസത്തിലും വന്നെങ്കിൽ അവരുടെ കൂടെ സംബന്ധം ഉണ്ടാവും ഭഗവാന്റെ.
രസം അനുഭവിക്കുന്ന ഉത്തമമായിട്ടുള്ള ഭാഗമാണ്. ഇപ്പൊ രസരാജ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ ഫുള്ളായിട്ട് പൂർത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രസരാജ് കൃഷ്ണന് പലവിധമായിട്ടുള്ള ലീലകൾ ഭക്തന്മാരുടെ കൂടെ ചെയ്തു, പല സമയത്തിലും ചെയ്തു. പക്ഷെ ഏറ്റവും ഉത്തമമായിട്ടുള്ള രസിക ലീലകളെല്ലാം വൃന്ദാവനത്തിലെയാണ് ചെയ്തത്. അതായതുകൊണ്ട് ഭാഗവതത്തിലെ 90 ചാപ്റ്റേഴ്സാണ്, ദശമസ്കന്ധം, ലാർജസ്റ്റ് ഓഫ് ദ ഹോൾ ഭാഗവതം. ഇതിൽ രസം നിറഞ്ഞ ഫുൾ ലീലകളാണ്. പ്രത്യേകമായിട്ട് മാധുര്യരസം, വാത്സല്യരസം, സാഖ്യരസം. ദാസ്യരസത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഭാഗവതത്തിൽ. രാമായണത്തിൽ നമ്മൾ ദാസ്യരസം പലതും നമുക്ക് കേൾക്കാൻ പറ്റും. ഭാഗവതം അതിനേക്കാളും ഉത്തമമാണ്. അതിൽ ഈ വാത്സല്യരസം, മാധുര്യരസം എന്ന് പറഞ്ഞാൽ ഗോപികൾ കൂടെ സംബന്ധം, ഭഗവാനുടെ സംബന്ധം, ഉജ്ജ്വല രസം, ഉന്നതമായിട്ടുള്ള രസം ആ മാധുര്യരസമാണ്. ഗോപികൾ രാസലീല, പഞ്ചമ അധ്യായത്തിലെ ഈ ഭാഗവതത്തിലെ രാസലീല, ആ കാര്യം ആണ് ദശമസ്കന്ധത്തിലെ ടോപ്പ് മോസ്റ്റ്. പിന്നെ വാത്സല്യരസം, ഭഗവാനും യശോദാമയും നന്ദമഹാരാജിനും കൂടെ ഇരിക്കുന്ന, അച്ഛനമ്മയും കൂടെ ഇരിക്കുന്ന രസം വാത്സല്യരസം. അതാണ് സുഖദേവ ഗോസ്വാമി പറയുന്നത്. സുഖദേവ ഗോസ്വാമിനടുത്ത് പലത് ചോദ്യങ്ങൾ പരീക്ഷിത് മഹാരാജനുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം, എങ്ങനെ യശോദാ മഹാഭാഗ ഭക്തൗ യശന്തനം സ്തനം ഹരി, എങ്ങനെ യശോദാമയ്ക്ക് ഇത്ര വലിയ ഭാഗ്യം കിട്ടിയത്? യശോദയുടെ പാല് കുടിക്കാൻ വേണ്ടിയുള്ള സന്ദർഭം ഇങ്ങനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് പരീക്ഷിത് മഹാരാജ് ചോദിച്ചു, യശോദാക്ക മഹാഭാഗ, എങ്ങനെ വലിയ ഭാഗ്യം, അത് എന്താ ചെയ്തത് യശോദ എന്ന് ചോദിച്ചപ്പോൾ ദ്രോണധര എന്ന് പറഞ്ഞിട്ട് 2 പേരുടെ ഭക്തി ഇങ്ങനെയായിരുന്നു. അവർ തപസ്യമൊക്കെ ചെയ്തു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർക്ക് ഭഗവാൻ മകനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ തപസ്യമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന് മകനായിട്ട് വന്നു. അതാണ് യശോദ നന്ദ മഹാരാജ്. പൂർവിക ജന്മത്തിലെ ദ്രോണധര ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടോപ്പിക്ക് മാറ്റി. പക്ഷെ പരീക്ഷത്തിന് അത് വലിയൊരു സംശയം തുടങ്ങി. അത്രയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 9 കാണ്ഡം, ജന്മാദ്യേശു അഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദയാദികവയേ മുഖ്യന്തി യത്സൂരയഃ തേജോ വാരീമൃതാം യഥാ വിനിമയോ അത്ര ത്രിസർഗോ അമൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം ധീമഹി. സത്യം ധീമഹി, പരമസത്യം. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യതഃ എന്ന് ആരംഭിച്ച ആ ഭാഗവതത്തില് കൃഷ്ണൻ സ്തുതിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വളരെ എളുപ്പമായിട്ട് ആ കൃഷ്ണൻ 2 തപസ്യം ചെയ്ത മകനായിട്ട് ജനിക്കുന്നു. അതിലെന്തോ ഡൗട്ടായി. ഇത്രയും പരമസത്യം ഭഗവാൻ, പരബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലെ അർജുനൻ പറയുന്ന തിരിച്ച് ഭഗവത്ഗീത കേട്ടിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്നു, എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട്. പരബ്രഹ്മ പരംധാമ പവിത്രം പരമസത്യം എവിടെ പറയുന്നത്? ആ പരമസത്യം വളരെ എളുപ്പമായിട്ട് ഇങ്ങനെ ഇതായിട്ട് ജനിക്കുകയുള്ളൂ. അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പരീക്ഷത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ പരീക്ഷത്തിന് ആ സംശയം തോന്നി നിർത്തി. സുഖദേവ് ഗോസ്വാമി, അല്ലല്ല നിങ്ങളത് പറഞ്ഞല്ലേ, അത്ര എളുപ്പമായിട്ട് പരമസത്യം പരബ്രഹ്മൻ വന്നിട്ട് മകനായിട്ട് ജനിക്കുകയോ? എനിക്ക് അപ്പോൾ സുഖദേവ് ഗോസ്വാമി വലിയൊരു സന്തോഷമായി. ഇദ്ദേഹം നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ഇദ്ദേഹം രസിക ഭക്തനാണെന്ന് മനസ്സിലായി. ഇതിനെ സാധാരണമായിട്ടുള്ള കഥ പറഞ്ഞ് ഇയാൾ കേൾക്കൂല, അയാൾ പരീക്ഷത്താണ്. രസ എന്ന് പറഞ്ഞാൽ, രസിക ഭക്തൻ എന്ന് പറഞ്ഞാൽ വേറെ മാതിരിയാണ്. നമ്മളെല്ലാം ഭക്തന്മാരാണ്.
കൂടുതൽ ഞാൻ സംസാരിച്ചെങ്കിൽ നിങ്ങളെല്ലാം ഉറങ്ങും. സാധാരണ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ വിശക്ക് നടുക്ക് ചെന്നിട്ട് ടോയ്ലറ്റ് മൂത്രമൊക്കെ അയച്ചുകൊണ്ട് വരണം, പിന്നെ വെള്ളം കുടിക്കണം, കൂടുതൽ ബോറടിച്ചാൽ പിന്നെ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകണം. ഇതാണ് സാധാരണ ഭക്തന്മാർ. രാത്രി ഉറങ്ങണം, കാലത്ത് വന്നിട്ട് കുറച്ചിരിക്കും. ഇല്ലെങ്കിൽ സാധാരണമായിട്ട് ഞാൻ കണ്ടിട്ട് എല്ലാവരും കാല് വലിച്ച് അങ്ങനെ ഉറങ്ങും. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. സാധാരണ ഭക്തന്മാരാണ്. രസിക ഭക്തന്മാരെന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത് പോലെയാണ്, ശുക്രദേവ ഗോസ്വാമി പോലെയാണ്. 7 ദിവസം അവർ ഉറങ്ങില്ല, 7 ദിവസം ഭക്ഷണമൊന്നും കഴിച്ചില്ല, 7 ദിവസം ജലം കുടിച്ചില്ല. കണ്ടിന്യൂസ് ആയിട്ട് 24/7 അവർ ഭാഗവതം കേട്ടു. ഇദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് രസിക ഭക്തന്മാർ. ഇപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മളെല്ലാം രസിക ഭക്തന്മാരെല്ലാവരും നമുക്ക് മനസ്സിലായി. പക്ഷെ അവരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു, ഫസ്റ്റ് അവരുടെ അനുഗ്രഹത്തിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. സാധാരണ ഭക്തന്മാരും രസിക ഭക്തന്മാരും വ്യത്യാസം ഞാൻ പറയുന്നത്. ഇപ്പോൾ പരീക്ഷിത് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ സുഖദേവ് ഗോസ്വാമി ഇനി കൂടുതൽ സന്തോഷമായി. ഇദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, ശരി ഞാൻ ഗൂഢമായിട്ട് പറയാം ഇവരാരാണെന്ന് പറഞ്ഞിട്ട്, യശോദ ആരാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് തുടങ്ങുന്ന 9ാമത്തെ അധ്യായത്തിൽ യശോദ എങ്ങനെ കൃഷ്ണനെ പിടിച്ച് ഉരലിൽ കെട്ടിയിട്ടു ആ കഥ പറയുന്നത്. ആ കഥയിൽ പറയുന്ന ഫസ്റ്റ് ഈ യശോദ ഉണ്ടല്ലേ, നേമം വിരിഞ്ചോ നഭവോ നസ്ത്രീ അപി അംഗസംശയാഃ പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്. ഈ ഗോപി ഉണ്ടല്ലേ, ഈ യശോദ സാധാരണമായിട്ടുള്ള ഗോപിയല്ല. ഇമം വിരിഞ്ചോ നഭവോ നശ്രീ അപി അംഗസംശയാഃ. ഈ ഗോപിക്ക് കിട്ടിയ ആ പ്രസാദം ലേഭിരേ ഗോപി, ഭഗവാനുടെ അനുഗ്രഹം, ഭഗവാനുടെ ദയ ഈ ഗോപിക്ക് കിട്ടിയിരുന്ന പോലെ ബ്രഹ്മാവിക്ക് കിട്ടിയിട്ടില്ല, ശിവനുക്കും കിട്ടിയിട്ടില്ല, ലക്ഷ്മിക്കും കിട്ടിയിട്ടില്ല. ന ഇമം വിരിഞ്ചോ ന ഭവോ. വിരിഞ്ചോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, ഭവ എന്ന് പറഞ്ഞാൽ ശിവൻ, ന ശ്രീ ലക്ഷ്മിക്കും കിട്ടിയിട്ടില്ല. അംഗസംശയ, ഭഗവാനുടെ അംഗത്തിലെ ഈ ശ്രീവത്സം എന്ന് പറയുന്നത് ഇവിടെ വസിക്കുന്ന ആ സ്ത്രീ ലക്ഷ്മിക്കും കിട്ടിയിട്ടില്ല. എന്ത് അങ്ങനെ പോലെ ഒരു അനുഗ്രഹം, പ്രസാദം ഈ ഗോപിക്ക് കിട്ടിയ പോലെ. അപ്പോൾ യശോദാമയി വളരെ ഉയർന്ന ഒരു പൊസിഷനാണ്. ശിവന്, ബ്രഹ്മ, ലക്ഷ്മിന് കാലം ടോപ്പ് മോസ്റ്റ്. ഇതാണ് രസിക ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ചില പേർക്ക്. അയ്യോ അതെങ്ങനെ പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരാണത്തിലൊരു കഥ ഉണ്ട്. ലക്ഷ്മി വന്നിട്ട് നാരായണനെ സേവിച്ചിരിക്കുന്നപ്പോൾ, സേവ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ രാസലീലയെ കുറിച്ച് കേട്ടു. ഭഗവാൻ ഇങ്ങനെ രാസലീല ചെയ്തു. ആരുടെ കൂടെ? ഗോപികൾ കൂടെ. ദേവന്മാരെല്ലാം മുകളിലോട്ട് ഇരുന്നിട്ട് കണ്ടു. അവിടെ നിന്ന് പുഷ്പവൃഷ്ടിയെല്ലാം ചെയ്തു. അപ്പോൾ ലക്ഷ്മി അതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കും രാസലീലയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ഛ, ഒരു ഉദ്ദേശം. അപ്പോൾ ചെന്നിട്ട് തപസ്യമെല്ലാം ചെയ്തു. ഇത് പുരാണത്തിലെ കഥയാണ്, ഞാൻ ചുരുങ്ങി പറയാണ്. തപസ്യമൊക്കെ ചെയ്തു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഭഗവാനോട് നേരിൽ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് സാധാരണമായിട്ടുള്ള കാര്യമല്ല, സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമാണ് രാസലീലനകത്ത് പ്രവേശിക്കാൻ. അപ്പോൾ സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെ സംസാരിക്കണം. അപ്പോൾ ഭഗവാൻ പ്രകടമായി, കൃഷ്ണൻ ലക്ഷ്മിന് എന്താവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് രാസലീല പങ്കെടുക്കണം, അത് മാത്രം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ അത് മാത്രം കിട്ടില്ല, അത് സ്പെഷ്യലായിട്ട് ഗോപികൾക്ക് മാത്രമേ ഉള്ളൂ ആ സ്ഥിതി. അവർ മാധുര്യ രസം, ഉന്നത ഉജ്ജ്വല രസം. ലക്ഷ്മി വന്ന് ഐശ്വര്യം, ആ രസത്തിലിരിക്കുന്ന, ആ ഭാവത്തിലിരിക്കുമ്പോൾ ഈ ഭാവം വേറെയാണ്, ഉയർന്ന ഒരു രസമാണ്.
ഉന്നത ഉജ്ജ്വല രസം അതിൽ ചേരാൻ സാധിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ ചെസ്റ്റിന് മുകളിൽ ഇരിക്കാം, അതൊന്നും അത് കൊടുത്തു, പക്ഷേ ഇതിന് പങ്കെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യശോദാമയിയുടെ പൊസിഷൻ എന്താണ്? നേമം വിരിഞ്ചോ നഭവോ നശ്രീ അഭി അംഗസംശയാ പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്. മുക്തി മാത്രമല്ല, വിമുക്തിദാത്. ഈ ഗോപിനെ കിട്ടിയത് വിമുക്തിയാണ്. വിമുക്തി എന്ന് പറഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ഭക്തി, മാധുര്യ രസത്തിൽ, വാത്സല്യ രസത്തിൽ കിട്ടിയ ഭക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പറയുന്ന ഈ ലീല, എങ്ങനെ ഭഗവാൻ ഈ ലീല ചെയ്തു എന്ന് പറഞ്ഞത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ശുകദേവ ഗോസ്വാമി പറയുന്നത്. ഇത് ആഴമായിട്ട് നമുക്ക് മനസ്സിലായ ഭഗവാൻ വാത്സല്യ രസം അനുഭവിക്കുന്ന ഒരു ചെറിയ കുട്ടിയായിട്ട് ആ അമ്മയും ഒരു കുട്ടീനും കൂടെ ഇരിക്കുന്ന ആ സംബന്ധം അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ പരമതത്വം പരമസത്യ ഭഗവാൻ ആ രൂപമെടുത്തു. ആ രൂപമെടുത്ത് വാത്സല്യ രസം അനുഭവിച്ചു യശോദാമയിന് കൂടെ. യശോദാമയിന് ഭഗവാൻ എൻ്റെ മകനാണ്, പരമസത്യ ഭഗവാനാണ്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജതേ മാം ഭുതാഭാവ സമന്വിതാഃ. ഭഗവത്ഗീതയിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയോ? ഉത്തമമായിട്ടുള്ള പരമതത്വമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാന് പറയുന്നത് ഭഗവത്ഗീതയില്. മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോക്തം സൂത്രേ മണിഗണാ ഇവ. എൻ്റെ കാലിൽ മുകളിലോട്ട് ഒരു തത്വവും ഇല്ല, ഞാനാണ് പരമതത്വം. ആ പരമതത്വം ഒരു ചെറിയ കുട്ടിയായി പിന്നെ യശോദാമയെ കണ്ടുപഠിക്കുന്നു. യശോദഭിയോ ലുകലാധവമാനം പാരമൃഷ്ടം അത്യന്ത തോതൃത്യ ഗോപ്യ. ദാമോദര അഷ്ടകം എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുന്ന ഈ പാട്ടില് യശോദഭിയ, ഭയ ഭയം, യശോദാവ് കണ്ടിട്ട് പേടിച്ചു. ആര്? ആ പരമസത്യ കൃഷ്ണൻ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ യശോദ കുച്ചി എടുത്തുകൊണ്ട് അതിനെ പിറകെ ഓടി. ഇതെല്ലാം യശോദ സുഖദേവ ഗോസ്വാമി വളരെ വളരെ ഡീപ്പ് ആഴമായിട്ട് പറയുന്നത്. ആ വാത്സല്യ രസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നോടെ. ഓരോരോ വീട്ടിലും ചെന്നിട്ട് വെണ്ണ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പല പ്ലാനൊക്കെ ഇട്ട് ഓരോരോ സ്ഥലത്തിലും വെറൈറ്റിയോടെ ചെയ്തു ഈ മോഷ്ടിക്കുന്നില്ല. പിന്നെ അവസാനം വീട്ടിൽ തന്നെ ചെയ്തു. ഇത്ര ദിവസം യശോദാമയിനടുത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? മറ്റുള്ള സ്ഥലത്തിനൊക്കെ ചെയ്തു. എൻ്റെ അച്ഛന് 9 ലക്ഷം പശുക്കളാണ്. എൻ്റെ വീട്ടിൽ സ്പെഷ്യലായിട്ട് 9 പശുക്കൾ എനിക്ക് വേണ്ടിയിട്ട് ഓരോരു ഗന്ധം സ്പെഷ്യൽ ഫ്ലേവേർഡ് മിൽക്ക് കൊടുക്കുന്ന പശുക്കളുണ്ട്. ഞാൻ ഇവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അവരുടെ വീട്ടിലെ യൂസ്ലെസ് മിൽക്ക് കാണാതല്ല, ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി അവിടെ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യശോദ കറക്റ്റാണ്, എൻ്റെ മകൻ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിശ്വാസം ഉണ്ടാക്കി. പക്ഷേ വാസ്തവത്തിൽ മറ്റുള്ള ഗോപികളുടെ വീട്ടിൽ അവർക്ക് എല്ലാവർക്കും ഈ വലിയ ഒരു ഇഷ്ടമായിരുന്നു, കൃഷ്ണൻ എൻ്റെ വീട്ടിൽ വരുമോ, എൻ്റെ വീട്ടിൽ വന്നിട്ട് വെണ്ണ മോഷ്ടിക്കുമോ, വീട്ടിൽ വരുമോ, എനിക്ക് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ദേശം, ഒരു ആശ, അത് പൂർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും പോയി അവിടെ ഓരോരോ വിധമായിട്ടുള്ള ലീലകൾ ചെയ്തു. ഓരോരോ ആചാര്യന്മാരെ കുറിച്ച് പലതും പറഞ്ഞിരിക്കുന്നത്. ഓരോരോ വീട്ടിൽ ചെന്നിട്ട് ഓരോരോ മാതിരി ലീല ചെയ്തു. പരമസത്യം ഭഗവാൻ ചെന്നിട്ട് മോഷ്ടിക്കുകയാണ്. ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ലക്ഷക്കണക്കിനുള്ള ലക്ഷ്മികൾ ഭഗവാന്റെ സേവ ചെയ്യുന്ന സ്ഥലത്തില് ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം. ആ ഗോലോകം, ആ വൈകുണ്ഠത്തില് ആ പരമസത്യം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് ചെറിയ വെണ്ണേന് വേണ്ടിയിട്ട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചീത്ത പേരൊക്കെ എടുക്കുന്നത്. അതാണ് ചോദ്യം, എല്ലാവരുടെ ചോദ്യം. സാധാരണമായിട്ട് മോറൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയെങ്കിൽ ഇത് മനസ്സിലാവില്ല, ഭഗവാൻ ചെയ്യുന്നില്ല. സോ അവിടെ ചെന്നിട്ട് വീട്ടിൽ തന്നെ ഒരു ദിവസം യശോദാമായി വെണ്ണ കടഞ്ഞു. ഞാൻ തന്നെ കൈയെടുത്ത് കടഞ്ഞ്
എൻ്റെ മകൾക്ക് ഞാൻ തന്നെ വെണ്ണ കൊടുക്കും. ഈ കംപ്ലയിൻറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ദിവസം ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശുകദേവ ഗോസ്വാമി യശോദാമായിയുടെ മഹിമ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. രൂപവും കടയുന്നതും ഒരു മ്യൂസിക് ബാൻഡ് പോലെ, കയ്യിലിരിക്കുന്ന വളകളും കാലിലിരിക്കുന്ന ഗൊലുസും പിന്നെ കാതിലിരിക്കുന്ന മണികളും എല്ലാം ചേർന്നിട്ടൊരു വലിയ ബാൻഡ്, മ്യൂസിക് ബാൻഡ് പോലെ വെണ്ണ തൈര് കടയുന്നു. അപ്പോഴേ യശോദാമ്മയെ കൃഷ്ണൻ്റെ ലീലകൾക്ക് പാട്ട് പാടുന്നു. ബെഡ്റൂമിൽ വന്നിട്ട് കൃഷ്ണൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവിടുന്ന് എണീച്ചു. അമ്മ അമ്മ എന്ന് വിളിച്ചു. അമ്മ കേട്ടില്ല. അമ്മ മ്യൂസിക് ബാൻഡിൽ പാടിക്കൊണ്ടിരിക്കുന്നു, തൈര് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടില്ല. അപ്പോൾ ദേഷ്യത്തിൽ കട്ടിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നു. ഫസ്റ്റ് നിങ്ങളുടെ ഡ്യൂട്ടി, എനിക്ക് എന്താ ആവശ്യം അതാണ് നോക്കേണ്ടതെന്ന് വെച്ച് മത്ത് പിടിച്ചു. ഇങ്ങനെ ഇതെല്ലാം ശുകദേവ ഗോസ്വാമിയോട് പറയാണ്. വളരെ ഞാൻ സിമ്പിളായിട്ട് പറയാം, ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. എന്തിനാ ഈ ഗോപി സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ആ മത്ത് പിടിച്ചു. എനിക്ക് വിശക്കുന്നു, ഫസ്റ്റ് അതാണ് നോക്കേണ്ടത്. മത്ത് കടയുന്നതെല്ലാം സെക്കൻഡറി, ഇതെല്ലാം പ്രധാനമല്ല. ഞാനാണ് ലീല ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു എന്ന് പറയുന്നു സുഖദേവ ഗോസ്വാമി ആചാര്യന്മാരും. ഈ ലീല ചെയ്യാൻ സമയമായി, ഞാൻ നിനക്കൊരു വലിയ അനുഭവം തരാൻ പോകുന്നു, വാത്സല്യ രസത്തിൻ്റെ അനുഭവം ഞാൻ തരാൻ പോകുന്നത് മത്ത് പിടിച്ചു, നിർത്തി. അപ്പോൾ യശോദമായി കൃഷ്ണനെ കണ്ടിട്ട് എൻ്റെ മകനെ എന്ന് പറഞ്ഞിട്ട് ഇതം തേ മുഖം ഭോജം അത്യന്തനീല ൃതം കുണ്ടലൈസ്നിഗ്ധ രക്തൈശ്ച ഗോപ്യായ മുഹുശ്ചുംബിതം ബിംബാ രക്താധരമേ മനസ്യാവിരഷ്ടമലം ലക്ഷലാഭേ. ഇതം തേ മുഖം ഭോജം അത്യന്തനീല. ആ മുഖത്തൊക്കെ കണ്ടിട്ട് യശോദമായി അനുഭവിക്കുകയാണ് ഭഗവാനുടെ സൗന്ദര്യമായിട്ട് സുന്ദരമായിട്ടുള്ള. പിന്നെ പാല് കൊടുത്തു. പാല് കുടിച്ചിരിക്കുന്നപ്പോൾ മുഖത്ത് കണ്ടു. പിന്നെ യശോദാമയിന് ഒരു ഡൈവേർഷൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ അടുക്കള പാല് വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അത് പൊങ്കി താഴെ. ആത്മീയമായിട്ടുള്ള ലോകത്തിലെ എല്ലാം ആത്മീയമാണ്. പാലും ആത്മീയമായിട്ടുള്ള ആത്മാവാണ്. ആ തീയും ആ കടയുന്ന ആ കയറ്, ആ മത്ത്, ആ ഭരണി എല്ലാം വസ്തുക്കളാണ്. സാധാരണ ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, സംബന്ധമുണ്ട് കൃഷ്ണനുണ്ട്. അവിടെ ആചാര്യന്മാർ പറയുന്നത് ആ അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ പാല് പൊങ്കി താഴെ സൂസൈഡ്, ആത്മഹത്യ ചെയ്തു. എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യശോദാമയുടെ പാല് കുടിക്കുന്നില്ലേ, നമ്മളെല്ലാം യൂസ്ലെസ് ആയിപ്പോയി. നമ്മൾ ജീവിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞിട്ട് പൊങ്കി തീരാതെ വിടുന്നു. അവർ സൂസൈഡ് ചെയ്യാം. ആരെ? അടുപ്പിരിക്കുന്ന പാല്. നമുക്കിപ്പോൾ ചാൻസ് ഇല്ലല്ലോ ഭഗവാനെ സേവിക്കാൻ, നമ്മൾ കുടിക്കില്ല. അപ്പോൾ അവര് പൊങ്കി തീരെ വിടുന്നു. പിന്നെ യശോദാമയുടെ തലയിലിരിക്കുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലേ കടയുന്നപ്പോ, അവരൊന്നും ശരി നമ്മൾ യശോദാമയുടെ തലയിലിരിക്കാൻ പറ്റില്ല, ശിരസിലിരിക്കാൻ പാടില്ല. ഇങ്ങനെ പോലൊരു കൊത്തി, ഇങ്ങനെ പോലൊരു 10 ശിരസിലിരിക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് താഴെ പാദത്തിൽ വിടുന്നു. അവരില്ല. ഇതെല്ലാം നടക്കുകയാണ് അവിടെ ലീലകൾ. ആത്മീയമായിട്ടുള്ള ലീല എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ, ഇങ്ങനെ ഉയർന്ന ഭക്തന്മാർ ലീലകൾ ചെയ്യുന്നപ്പോൾ ഇതെല്ലാം എന്തു പറയാ, യോഗമായ ശക്തിയിലാണ് നടക്കുന്നത്, ഭഗവാനുടെ അന്തരംഗ ശക്തി. അപ്പോൾ എല്ലാവരും ഫുള്ളി കോൺഷ്യസ്. ദ ഫ്ലവർ ഇസ് ഫുള്ളി കോൺഷ്യസ്, മിൽക്ക് ഇസ് ഫുള്ളി കോൺഷ്യസ്, ദ റോപ്പ് ഇസ് കോൺഷ്യസ്, ദ മത്ത് ഇസ് കോൺഷ്യസ്. എല്ലാം ഫുൾ കോൺഷ്യസ്നെസ് ആണ്. ആ ലീല അവിടെയാണ് നടക്കുന്നത്. ആ സ്ഥലത്തിൽ ചെന്നിട്ട് ഭഗവാനെ മത്ത് നിർത്തി പറഞ്ഞു, എനിക്ക് വശിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ പാല് പൊക്കുന്നത് കേട്ടപ്പോൾ യശോദാമയി കുട്ടി താഴെയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ കൃഷ്ണനെ ദേഷ്യം വന്നു. ഞാൻ ഇത്രയും ചാൻസ് കൊടുത്തു, ഓരോരോ വീട്ടിലും ചെന്നിട്ട് ഞാൻ മോഷ്ടിച്ചു, ഓരോരോ സ്ഥലത്തും എനിക്ക് അമ്മയുടെ കൂടെ ഈ സ്പെഷ്യലായിട്ട് ഒരു രസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാല് കുടിച്ചിരിക്കുന്നപ്പോൾ എന്നെ താഴെ ഇട്ടു. ഇത് അൺഫെയർ ആണ്, നോട്ട് ഫെയർ. അപ്പോൾ എന്തെങ്കിലും ഇവിടെ
എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് ആ ഭരണിയെ ഒടിച്ചു. സുഖദേവ ഗോസ്വാമി പറയുന്നത് ഈ ചുണ്ട് ഇങ്ങനെ പല്ലെടുത്ത് പിടിച്ചു. ഈ കോപം എന്ന് പറയുന്നത് അത് ദേഷ്യം കാണിച്ചു. ഇങ്ങനെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കല്ലെടുത്ത് ആ ഭരണി ഒടിച്ചു. ഭരണി ഒടിച്ചിട്ട് പിന്നെ ആ വെണ്ണ തൈരൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. കാലിന് മുകളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കാലിൽ നിന്ന് എത്തി എന്ന് നോക്കിയിട്ട് പിന്നെ ഇവിടെ നമുക്ക് വേറെ ഒരു കാര്യമില്ല, ഇരിക്കുന്ന വെണ്ണയൊക്കെ പോയി ഇവിടെ നിന്ന്. ഇപ്പോൾ സ്റ്റോർ റൂമിനകത്ത് പോയി, അവിടെ വെണ്ണയൊക്കെ വെച്ചിരിക്കുന്നതല്ലേ സ്റ്റോർ, അതിനകത്ത് പോയി. അവിടെ ചെന്നിട്ട് വാതിൽ അടച്ചു. പിന്നെ അവിടെ നിന്ന് ഇരിക്കുന്ന വെണ്ണയെല്ലാം എടുത്ത ഉടനെ കുറങ്ങന്മാരും മറ്റുള്ള ഗോപ്പുകൾ എല്ലാവരും വന്നു. എല്ലാവർക്കും എണ്ണ കൊടുത്തു. കുറങ്ങൾക്കൊക്കെ എണ്ണ കൊടുത്തു. പിന്നെ അവസാനം നമുക്കൊരു ചെറിയ ചട്ടി എടുത്തുകൊണ്ട് താഴെ കുറച്ച് ഇറങ്ങി അവിടെ ഒരു ഉരലിന് മുകളിൽ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നപ്പോൾ ഒരു സംശയം, ഒരു സമയം അമ്മ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാനവിടെ ചെയ്തിരിക്കുന്ന കാര്യം നോക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. സുഖദേവ ഗോസ്വാമി പറയുന്നത് ഒരു മോഷ്ടിച്ച വൺ തീഫ്സ് ഐസ് ഹൗ ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ്, അങ്ങനെ അതിരുന്ന കണ്ണ് ഇങ്ങനെ പറയുന്ന ഡിസ്ക്രൈബിങ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കുന്നില്ല, വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് അവിടെ കഴിച്ചു നിൽക്കുന്നപ്പോൾ യശോദാബായി വന്നു, കണ്ടു. ഭരണി ഉടഞ്ഞു, ഇരിക്കുന്ന വെണ്ണയൊക്കെ താഴെയായി, തൈര് ഗീത് എല്ലാം സാരം ധ്വംസം ചെയ്തിരിക്കുകയാണ്. അത് കണ്ടിട്ട് അപ്പോൾ യശോദാമായി ഈ വിരൽ വെച്ചുകൊണ്ട് മൂക്കിൽ ഇങ്ങനെ തൊട്ടു, ആലോചിച്ചു. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് കറക്റ്റാ, ഇത് കംപ്ലൈൻറ്റ്സ് അവർ പറയുന്നതെല്ലാം കറക്റ്റായി. ഈ പയ്യന് ഭയങ്കര ബോൾഡാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുച്ചി എടുത്തു. എവിടെയാണ് ഇയാളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ തൈരിൻ്റെ പാലിൻ്റെ മുകളിലേക്ക് ഫുട് പ്രിൻറ്റ്സ് നേരെ സ്റ്റോർ റൂമിനകത്ത് അവിടെ പതുക്കെ പോയി, ശബ്ദം ഇടാതെ പോയി യശോദമായി. അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ അവിടെ ഫുൾ മെസ്സ്. ഈ കുരങ്ങളൊക്കെ അവിടെ നിന്ന് കയറിയിട്ട് ഉടനെ പുറത്ത് പോയി. കുച്ചി എടുത്തുകൊണ്ട് അങ്ങനെ വാതിൽ നോക്കിയപ്പോൾ അവിടെ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നു. അവിടെ പതുക്കെ താഴെ ഇറങ്ങി വരുന്നു. അപ്പോഴാണ് അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ആ ചെട്ടിപ്പാഞ്ഞൊക്കെ തൂക്കിയിട്ടിട്ട് ഓടാൻ തുടങ്ങി. അമ്മയും ഓടാൻ തുടങ്ങി. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളെല്ലാം വീട്ടിനകത്ത് അന്തർജനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ നമുക്കറിയാം. അന്തർജനം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ 3 പോർഷൻസ് ഉണ്ടാവും. അകത്തിരിക്കുന്ന സെൻട്രൽ പോർഷനിൽ അന്തർജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവർ മാത്രമേ ഉള്ളൂ, അതിന് പുറത്തുവരില്ല. അടുത്ത സ്ഥലം വന്ന് പുരുഷന്മാരുടെ സ്ഥലമാണ്. അതിന് ഇനിയൊരു സ്ഥലം വന്നിട്ട് ഈ സ്റ്റോർസ്, ഈ ധാന്യങ്ങളും അതും ഇതുമൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. കൃഷ്ണൻ വന്നിട്ട് ഇത് അകത്തുനിന്ന് പുറത്തു പോയതാണ്, അവിടെ നിന്ന് വീണ്ടും പുറത്തു പോയതാണ്. കൃഷ്ണൻ അറിയും അമ്മ അന്തർജനമാണ്, ഈ സ്ഥലത്തൊക്കെ വരില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടെ പുറത്തു ഓടി. കൃഷ്ണ റാൻ ഔട്ട്സൈഡ് ദ തേർഡ് പോർഷൻ. പക്ഷെ യശോദമായി പറഞ്ഞാൽ അന്തർജനം ഒന്നുമല്ല, ഇന്ന് ഞാൻ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഷീ റാൻ ഔട്ട്സൈഡ്. എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്തു. വെന്റ് ബിഹൈൻഡ് യശോദ. അപ്പോഴാണ് പുറത്തിരിക്കുന്ന വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തു വന്ന് എന്ത് യശോദ പുറത്ത് എന്ത് ചെയ്യുന്നത് ഉച്ച വെച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നത്. അത് ചെന്നിട്ട് കണ്ടു. അങ്ങനെ എല്ലാവരും വിളിച്ചു, എല്ലാവരും അമ്മ വീട്ടിലിരുന്നു. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് കാണുന്ന വലിയൊരു ഭയങ്കര ഒരു സീനാണ്. എന്താ, വീട്ടിൽ തന്നെ ഇയാൾ വെണ്ണ മോഷ്ടിച്ചു. ഇത് ക്ലൈമാക്സ് ആണ്. ഇത് കാണാൻ എല്ലാവരും വന്നു. വീട്ടിൽ ഓരോരുത്തർ അനുഭവിച്ച് എല്ലാവരും പിടിച്ചു അയാളെ. ഇത്ര ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് ഇന്ന് യശോദ തന്നെ പിടിച്ചിരിക്കുന്നു പറഞ്ഞ് ദേഷ്യത്തിലെ യശോദ ബാക്കിലോട്ട് പോയി. സോ ഇതൊരു വലിയ സീനാണ്. സുഖദേവ ഗോസ്വാമി ഡിസ്ക്രൈബിങ് വെരി ബ്യൂട്ടിഫുള്ളി. പിന്നെ യശോദാവ് പഠിച്ചു. ഗോപാല ചമ്പു എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇനിയും വിവരം ജീവഗോസ്വാമി എഴുതിയിരിക്കുന്നത്. യശോദമായി അവസാനം
കൃഷ്ണനെക്കാളും കൂടുതൽ സ്പീഡിൽ ഓടി. വലിയ ശരീരമായിരുന്നു എന്ന് പറയുന്നത്. വലിയ ശരീരമായതുകൊണ്ട് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു യശോദ. പക്ഷെ വളരെ ഡിറ്റർമെൻ്റ് ആയിരുന്നു, ഇത് ഞാൻ പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു. യശോദ ഭിയോലുഖ ലാഘവമാനം പാരമൃഷ്ടം അത്യന്ത തോതൃത്വ ഗോപ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെക്കാളും കൂടുതൽ സ്പീഡിൽ ഓടി കൃഷ്ണനെ പിടിച്ചപ്പോൾ കൃഷ്ണന് കരയാൻ തുടങ്ങി. നെഞ്ചിങ്ങനെ ബ്രീത്തിങ് ഒക്കെ ഹെവിയായി. പിന്നെ കണ്ണിങ്ങനെ പിടിച്ചുകൊണ്ട് ചുമറ്റി. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ അടിക്കരുതെന്ന്. കുച്ചി കണ്ടിട്ട് പേടിയാണ്. അപ്പോൾ കുച്ചിയെ തൂക്കിയിട്ടു യശോദമായി. അങ്ങനെ മുതുകിൽ കൈയിട്ടു. ഇട്ടിട്ട് ആരാണ് ആ കാര്യം ചെയ്തത്? എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. ഒന്നും അറിയാതെ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. ആ ഭരണി ഉടച്ചത്, ഞാൻ കടഞ്ചുകൊണ്ടിരിക്കുന്ന ആ തൈര് വെണ്ണയൊക്കെ താഴെ പോയത് ആരാണ് ചെയ്തത്? എനിക്കെന്തറിയാം? ഞാൻ വിശക്കുന്ന ഒരു മകൻ നിങ്ങളടുത്ത് വന്നിട്ട് പാല് കാണുന്നത് എന്നെ താഴെ ഇട്ടിട്ട് പോയി. നിങ്ങൾ അവസരമായിട്ട് പോയല്ലേ, കാലിലിരിക്കുന്ന ആ ഗൊലുസുണ്ടല്ലേ, ആ ഗൊലുസ് ഭരണി ഇടിച്ചു. പിന്നെ ഭരണി കൊടുത്തു. ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരെ വിപരീതമായിട്ട് സംസാരിച്ചു. അപ്പോൾ യശോദമ്മനെ കൺവിൻസായി. മകൻ ഇങ്ങനെ വളരെ നന്നായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്ന പോലെ വിശ്വസിച്ചു. അതായിരിക്കും കേട്ടോ, ഒരു സമയം എൻ്റെ പയ്യനല്ലേ, ഇത് നുണയൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചു. ശരി, കുരങ്ങൾക്ക് വെണ്ണ കൊടുത്തത് ആരാണ്? ശരി, അത് പോട്ടെ. ഞാൻ സ്റ്റോർ റൂമിൽ പോയപ്പോൾ അവിടെ എല്ലാം ധ്വംസം ചെയ്തിരിക്കുന്ന അവിടെ കുരങ്ങളൊക്കെ എല്ലാം അടിച്ച് പോയി. കുരങ്ങളൊക്കെ വെണ്ണ ആരാണ് കാണിച്ചു കൊടുത്തത്? ആരും അത് കുരങ്ങളെ സൃഷ്ടി ചെയ്യുന്ന ആളുടെ അടുത്ത് ചെന്ന് ചോദിക്കൂ, എനിക്കെന്താ അറിയാലോ എന്ന് ചോദിച്ചു. അത് സത്യമാണ് പറയുന്നത്. കുരങ്ങൾ സൃഷ്ടി ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ വെണ്ണ കൊടുത്തു. എന്താണെന്ന് പറഞ്ഞാൽ രാമായണം രീതി ഞാൻ ത്രേതായുഗത്തിൽ ചെയ്യുന്നപ്പോൾ അവരെല്ലാം എന്നെ സഹായിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാപര യുഗത്തിൽ കൃഷ്ണനായിട്ട് വരുന്നപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും. വൃന്ദാവനത്തിൽ വേറെ മാതിരി ഞാൻ ലീല ചെയ്യുന്നപ്പോൾ. അപ്പോൾ ഞാനാണ് അവരെ സൃഷ്ടി ചെയ്തു, അവരെന്നെ സഹായിച്ചു. രാമായണ ലീലല്ലേ, അവർക്കെല്ലാം ഞാൻ വെണ്ണ കൊടുത്തു. അത് വേറെ മാതിരി പറഞ്ഞു. കുരങ്ങൾ സൃഷ്ടി ചെയ്ത ആളുടെ ചെന്നിട്ട് ചോദിക്കൂ. ഇങ്ങനെ ഭഗവാനെയും യശോദാമ്മേനെയും ആ സംസാരം നടക്കുമ്പോൾ അവർ രസം അനുഭവിക്കുകയാണ്, ആ വാത്സല്യ രസം അനുഭവിക്കുകയാണ്. പിന്നെ അവസാനം കൃഷ്ണനെ ഞാൻ കെട്ടിയിടുന്നവരെ എന്തായെങ്കിലും ഈ ദണ്ഡന ഒരു പണിഷ്മെന്റ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് കെട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു വലിയ ലീലയാണ്. ഞാൻ ഇതിൻ്റെ ചെറിയ പോർഷൻ എന്ന് പറയാണ്. ഇതിൻ്റെ രസം, ഭക്തിരസം, ഇതാണ് അനുഭവിക്കുന്നത് ഭക്തന്മാരെ. ഈ ഭക്തിരസം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗവതം പറഞ്ഞത്. വെറുതെ ഭാഗവത പാരായണം 7 ദിവസം ചെയ്താൽ എനിക്ക് എൻ്റെ ഭൗതിക ലോകത്ത് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാവുന്ന പറഞ്ഞാൽ അത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലായിട്ട് അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് ഭാഗവതത്തെ. അത് വെരി ലോ ലെവൽ യൂസേജ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തി, നമ്മുടെ ഓരോരുത്തരും ഭഗവാനുടെ ഭക്തനായി. മമ ഇവം സജീവലോകെ ജീവഭൂത സനാതന മനഃ ഷഷ്ടാനിന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. ഭഗവാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത എല്ലാ ജീവങ്ങളും എൻ്റെ അംശമാണെന്ന് പറഞ്ഞിട്ട് ശാശ്വതമായിട്ട്. അപ്പോൾ എനിക്കും ആ ജീവനും കൂടുതൽ ഈ സംബന്ധം വന്നിട്ട് ഭക്തി സംബന്ധമാണ്, ജ്ഞാനസംബന്ധമല്ല, കർമ്മസംബന്ധമല്ല, യോഗസംബന്ധമല്ല. ഏറ്റവും ഉത്തമമായിട്ടുള്ള സംബന്ധമാണ് ഭക്തി സംബന്ധം. ഭക്തിയാമാം വിജാനാതി, ഭക്തി വഴിയായിട്ടുള്ള എന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭക്ത്യാ അനന്യയാ ശക്യ ഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ആ ഭക്തി ഉണ്ടെങ്കിൽ എൻ്റെ ലീലയിനകത്ത് കയറാൻ പറ്റും, പ്രവേശം ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സീക്രട്ട്, ഇതാണ് രഹസ്യം. സരഹസ്യം തദംഗം ച ഗ്രഹണാഗതിതം മയാ. ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു രഹസ്യമാണ്. നമ്മൾ ഭാഗവതത്തിൽ വായിച്ചെങ്കിൽ ഇതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് എങ്ങനെ ഭക്തി കിട്ടും,
ആ അനുഗ്രഹമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാരുടെ അടുത്ത് ആ അനുഗ്രഹം എന്ന് ചോദിക്കുന്നത്. ഭഗവാൻ വന്നിട്ട് ഈ ഭക്തന്മാരുടെ അടുത്ത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക. BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് പോലെ ഈ ശുദ്ധഭക്തന്മാർ, ഈ പരമഹംസന്മാർ, ഈ ഭാഗവതന്മാർ, ഇതിലടുത്താണ് ഭക്തി. അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. അതായതുകൊണ്ട് ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതിമാം ശരണോകനാഥ്. മുകുന്ദമാല സ്തോത്രത്തിൽ കുലശേഖരാൾവാർ പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ മജ്ജന്മന ഫലമിതം മധുകൈത്തവാരെ മത്പ്രാർത്ഥനീയ മധുനുഗ്രഹേഷയേത്. ഒരേ ഒരു അനുഗ്രഹം ഞാൻ ചോദിക്കുന്നു ഭഗവാന്റെ അടുത്ത്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നാസ്ഥാ ധർമ്മേ നവസുനിശ്ചയേ നൈവ കാമോപഭോഗേ യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. എനിക്ക് നല്ല ജീവിതം ആവശ്യമാണ് ഈ ഭൗതിക ലോകത്തിൽ. അദ്ദേഹത്തിന് ഞാനൊന്നും ചോദിക്കുന്നില്ല. അത് പൂർവകർമാനുസാരം എനിക്ക് കിട്ടും. അത് ചോദിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങളെ ഭക്ഷിച്ചത്. ഈ കാര്യം മത് അനുഗ്രഹേ വച്ച ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ. ഭൃത്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവകൻ. ആ സേവകനുടെ സേവകനായിട്ട് എനിക്ക് ജനിച്ച ഭഗവാൻ അങ്ങനെ എന്നെ കണക്കാക്കിയ എൻ്റെ ജീവിതം സഫലമാണ്. ഇതാണ് കുലശേഖരാൾവാർ പറയുന്നത്. അതേപോലെ ഭക്തന്മാരുടെ സേവയിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് ആ ഭക്തി കുറച്ച് എന്തെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. സോ ഈ ഭക്തിരസം എന്ന് പറയുന്നത് ഒരു വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. ഭാഗവതത്തിൽ അത് നമുക്ക് ഭക്തി രസമോട് നമ്മൾ കേട്ടെങ്കിൽ ഇത് മനസ്സിലാവുന്നത്. ഇത് വേറൊരു ലെയറാണ്. ഭാഗവതം വന്നിട്ട് നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമുക്ക് സഫലമാകാൻ വേണ്ടിയിട്ട് ചോദിച്ചെങ്കിൽ അത് കിട്ടും. ഭാഗവതം കൽപ്പവൃക്ഷമാണ്. എന്ത് നമ്മൾ ചോദിക്കുന്നുണ്ടോ അതേപോലെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഇത്ര ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് മുക്തിപ്രദാതാ സർവേഷാം വിഷ്ണുരേവന സംശയ. മുക്തി കിട്ടും വിഷ്ണു ഭജിച്ചെങ്കിൽ നമുക്ക്. പക്ഷേ ഭക്തി, ആ രസത്തിൻ്റെ ഭക്തി നമുക്ക് ആവശ്യമെങ്കിൽ രസിക ഭക്തന്മാരിനോട് നമുക്ക്. ഇതാണ് ചൈതന്യ മഹാപ്രഭു എന്നിട്ട് പറയുന്നത്. ആ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് കലിയുഗത്തിൽ വന്നിട്ട് ആ രസം എല്ലാവർക്കും അനുഭവിക്കാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ആ സന്ദർഭം, ആ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. എങ്ങനെ? ഹരിനാമ സങ്കീർത്തനം. കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്ത അതിൻ്റെ യോഗ്യത, ആ ഭക്തിരസം അനുഭവിക്കേണ്ടുന്ന യോഗ്യത നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഭഗവാൻ. ആ ഭഗവാൻ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭു. കൃഷ്ണവർണം തുഷാ കൃഷ്ണം സാംഗോ പാങ്കാസ്ത്ര പാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായേ യജന്തി ഹി സുമേധശഃ. ഭാഗവതത്തിലെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ് ഈ ഭഗവാൻ കൃഷ്ണൻ തന്നെ കലിയുഗത്തില് കൃഷ്ണവർണം തുഷ അകൃഷ്ണം. കറുത്ത കളർ ഉണ്ടാവില്ല, പക്ഷെ അകൃഷ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളറാവും, ഗോൾഡൻ കളർ. ആ ഭഗവാൻ സന്യാസിയായിട്ട് വരും കലിയുഗത്തില്. പിന്നെ ഹരിനാമ സങ്കീർത്തനം ഇനോഗ്രേഷൻ തുടങ്ങണം. കലിയുഗ ധർമ്മം ഹരിനാമ സങ്കീർത്തനമാണ്. അതായത് ഭാഗവതവും ഹരിനാമ സങ്കീർത്തനം ഫുൾ, അതിനകത്ത് എല്ലാ സ്ഥലത്തിലും ഹരിനാമ സങ്കീർത്തനം. പ്രഹ്ലാദൻ പറയുന്നു, ഭീഷ്മദേവ് പറയുന്നു, പരീക്ഷിത് മഹാരാജ് പറയുന്നു, ശുകദേവ ഗോസ്വാമി പറയുന്നു, സൂത ഗോസ്വാമി, എല്ലാവരും ഹരിനാമ സങ്കീർത്തനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഹരിനാമം ചെയ്തെങ്കിൽ നമുക്ക് ആ ഭക്തി രസത്തിൻ്റെ യോഗ്യത നമുക്ക് കിട്ടും. ശുക്രാചാര്യ പറയുന്നുണ്ട്, ശുക്രാചാര്യ വാമനദേവനടുത്ത് പറയുന്നു, എൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഹരിനാമ സങ്കീർത്തനമാണ്. അതായത് കൊണ്ടാണ് ഈ അസുരന്മാർക്ക് എത്ര പവർഫുൾ ആയത്. മന്ത്രതസ്തന്ത്രതശ്ചിദ്രം ദേശകാലാർഹ വസ്തുതഃ സർവം കരോതി നിശ്ചിദ്രം അനുസങ്കീർത്തനം തവ. അനുസങ്കീർത്തനം തവ, നിങ്ങളുടെ സങ്കീർത്തനം ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ, ഞാൻ കർമ്മങ്ങൾ, ഈ യാഗം അതൊക്കെ ചെയ്യുന്നപ്പോൾ ഛിദ്രം ദോഷങ്ങളൊക്കെ ഉണ്ടാവും, പലവിധമായിട്ട് കുറകളൊക്കെ ഉണ്ടാവും. അതെല്ലാം പ്ലഗ് ചെയ്ത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സങ്കീർത്തനം ചെയ്യും.
ഇതാണ് എൻ്റെ സീക്രട്ട്, അതാണ് എനിക്ക് സഫലമാവുന്നത്. എങ്ങനെ ശുക്രാചാര്യൻ അസുരന്മാരിന് വേണ്ടി ഇത്ര വലിയ സഫലമായിട്ടുള്ള യാഗം കൊണ്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സങ്കീർത്തനം. അദ്ദേഹം പറയുന്ന കാമദേവൻ അനുസങ്കീർത്തനം തവ. അപ്പോൾ ഭാഗവതത്തിലെ എല്ലാ സ്ഥലത്തിലും സക്സസ് എന്ന് പറഞ്ഞാൽ, സഫലം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം, ഹരിനാമ സങ്കീർത്തനം. ഭാഗവതത്തിലെ എല്ലാ സ്ഥലത്തിലും ഇതാണ് നമുക്ക് കേൾക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ അവസാനം ഒരു 10-15 നിമിഷം എല്ലാവരും ചേർന്നിട്ട് ഹരിനാമ സങ്കീർത്തനം ചെയ്യാം. ഞാൻ ഭക്തിരസം, അതിനെക്കുറിച്ച് ഭാഗവതത്തിനെ കുറിച്ച് മെയിനായിട്ടുള്ള ഐറ്റം ഇതാണ്, ഭക്തിരസം. ഈ വാത്സല്യ രസത്തിൽ ഭഗവാൻ യശോദമയനെ കൂടെ ഈ ലീല ചെയ്തു. അതേപോലെ ഗോവർദ്ധന ലീല, ആ ഗോവർദ്ധൻ്റെ താഴെ ഭഗവാൻ വന്നിട്ട് 3 രസവും ചേർന്നിട്ട് ഒരേ സ്ഥലത്തിൽ അനുഭവിച്ചു. അതാണ് ഗോവർദ്ധന പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഗോവർദ്ധൻ ലീല, ഗോവർദ്ധൻ്റെ താഴെ ഗോപികൾ കൂടെ മാധുര്യ രസമായിരുന്നു. യശോദാമായി അടുത്തിരുന്നു, നന്ദമഹാരാജൻ യശോദാമായി അവരുടെ കൂടെ വാത്സല്യ രസം അനുഭവിച്ചു. പിന്നെ ഗോപന്മാരും ഉണ്ടായിരുന്നു, അവരുടെ കൂടെ സഖ്യരസം. പുറത്ത് ഇന്ദ്രൻ വന്നിട്ട് ഇടി, മിന്നൽ, സാമവർത്തക മേഘം, അത് ഇതൊക്കെ. അവിടെ ആരുമില്ല, അവിടെ ആ ഗ്രാമത്തിലെ ആരുമില്ല, എല്ലാവരും മലയുടെ താഴെയാണ്. ഭഗവാൻ അവർക്ക് സ്പെഷ്യൽ ഷെൽട്ടർ കൊടുത്തു. അത് കുഴപ്പമില്ല, അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം ഇന്ദ്രദേവൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുഴപ്പമില്ല, നമ്മൾ വേറെ അനുഭവിക്കാമെന്ന് പറഞ്ഞിട്ട് ഭക്തിരസം അനുഭവിച്ചു. ആ മലയുടെ താഴെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, 7 ദിവസം പരീക്ഷിത് മഹാരാജ് അനുഭവിച്ച പോലെ 7 ദിവസം വൃന്ദാവനവാസികളെല്ലാവരും ഭക്തിരസ സ്പെഷ്യൽ എഡിഷൻ അവർ അനുഭവിച്ചുണ്ട്. ഇൻറ്റൻസ് ഫീലിംഗ്. അവിടെ പലവിധമായിട്ടുള്ള ലീലകളിലും സംബന്ധങ്ങളൊക്കെ നടന്നു. ഭഗവാൻ ചുണ്ടിവെല്ല് തൂക്കിക്കൊണ്ടിരിക്കുക. അവിടെ വളരെ ലൈറ്റായിട്ടുള്ള സംസാരം, അവർക്ക് ഒരു വിധമായിട്ടുള്ള ആങ്സൈറ്റി ഒന്നുമില്ല. ഇത്ര വലിയ മല ചുണ്ടിവെല്ല് തൂക്കിക്കൊണ്ടിരിക്കുന്നതാണ്. യശോദമയിന് മാത്രം ഒരു ഫീലിംഗ്, അയ്യോ ഇങ്ങനെ ഇത്ര വലിയ മല എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇന്ദ്രൻ്റെ യാഗം ചെയ്തുകൊണ്ട് ഇത് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കാമെന്ന് നമുക്ക് ചോദിച്ചു. ഇന്ദ്രൻ്റെ യാഗം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ, എന്താണ് ഇങ്ങനെ ചെയ്തു മകനെ എന്ന് പറഞ്ഞിട്ട്, നീ എങ്ങനെ ഈ ഇത്ര വലിയ മലയെ തൂക്കിക്കൊണ്ടിരിക്കുന്നു? മസാജ് ചെയ്യാൻ തുടങ്ങി, കൈ കാലില്ല. ആര്? കൃഷ്ണൻ്റെ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒന്നും ഒരു വിധമായിട്ടുള്ള സ്ട്രെയിനും ഇല്ല, ഈ ഗോവർദ്ധന പഞ്ഞു പോലെ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ തൂക്കുന്നില്ല, അത് തന്നെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മധുമംഗള അവിടെ ഗോപന് പറഞ്ഞു, കറക്റ്റാണ് കേട്ടെ, ഞാൻ മന്ത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മന്ത്രം, ഞാൻ ബ്രാഹ്മണനാണ്, മന്ത്രം പറഞ്ഞാൽ ഈ മല മുകളിലോട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ നന്ദമഹാരാജ് പറഞ്ഞു, തമാശ പറയുന്ന നീ? യശോദമ്മ ദേഷ്യം വന്നു. തമാശ, എൻ്റെ മകന് വന്നുകൊണ്ട് ഇവിടെ എനിക്ക് സ്ട്രെയിൻ ആകുന്നു, ഞാൻ മസാജ് ചെയ്യുമ്പോൾ നടുക്ക് നീ മന്ത്രമാണെന്ന് പറയുന്നത്. മകനെ എന്തെങ്കിലും കഴിക്കൂ, എങ്ങനെ കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോപന്മാർ പറഞ്ഞു, ഹലോ കൃഷ്ണ, എന്തെങ്കിലും കഴിക്കൂ, നമുക്കും കിട്ടും കഴിക്കാൻ, പ്രസാദം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞപ്പോൾ കൃഷ്ണൻ കഴിഞ്ഞു അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രസാദം കൊടുത്തു. പിന്നെ കൃഷ്ണനടുത്ത് ഗോപന്മാർ പറഞ്ഞു, എല്ലാ സ്ഥലത്തിലും ഈ 360 ഡിഗ്രീസ്. പക്ഷേ ഒരു ഏരിയ മാത്രം നിങ്ങൾ കാണരുത്, ആ സ്ഥലത്തിലെ ഗോപികളുണ്ടല്ലേ, ആ സ്ഥലത്തിൽ നോക്കരുത്. നോക്കിയാൽ നിങ്ങൾക്ക് വീക്ക്നെസ്സാണ്. അതും രാധാറാണിയെ നിങ്ങൾ കണ്ട പിന്നെ മല താഴെ വീഴും, നമ്മളുടെ മോൻ ഡേഞ്ചറസ് ആണ് കേട്ടോ, അവിടെ മാത്രം കാണാമെന്ന് പറഞ്ഞ് ഇവരെ പരിഹാസം പറയാണ്. പക്ഷെ കൃഷ്ണന് ഓർമ്മപ്പെടുത്തി എവിടെയാണ് രാധ എന്നുള്ളത് തന്നെ നോക്കാൻ തുടങ്ങി. അപ്പോൾ രാധാറാണി ഇവരെല്ലാം മൂടി, ആ പല്ലവ് എടുത്ത് മുഖം മൂടി. ആര്? ഗോപന്മാരില്ല. സാരീൻ്റെ ആ പല്ലവ് എടുത്ത് മുകളിലിട്ട് നിങ്ങൾ കാണാൻ പറ്റില്ല. അവിടെ കണ്ടെങ്കിൽ ആ മലയിന് വരച്ചോണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ താഴെ മണ്ടയിൽ വീഴുന്ന് പറഞ്ഞിട്ട് ഡോണ്ട് ലുക്ക് അറ്റ് രാധാറാണി. പക്ഷെ രാധാറാണി ചുമ്മാ ഇരിക്കും അവിടെ, എല്ലാവരും റിലാക്സ്ഡ് ആണ്, ഒരു ജോലിയില്ല എന്ന്. ദിവസം പശുക്കളൊക്കെ എടുത്തുകൊണ്ട് പോകണം, വീട്ടിലെ പാചകം ചെയ്യണം, ഇത് ഇപ്പം ഇന്ന് 7 ദിവസം ഫുൾ പെയ്ഡ് ഹോളിഡേ, ഒന്നുമില്ല. കൃഷ്ണൻ്റെ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട്
7 ദിവസം ഫുള്ളായിട്ട്. അപ്പോൾ രാധാറാണി കാണാതിരിക്കുമോ? രാധാറാണിയും കണ്ടു, ഗോപികളെല്ലാം കണ്ടു, കൃഷ്ണൻ ഇങ്ങോട്ട് കണ്ടു, അവിടെ സംസാരം ഉണ്ടായി. ഇപ്പോൾ 3 പേര് എല്ലാ ഗോപകൾ കൂടിയും ഗോപന്മാർ കൂടിയും ഗോപികൾ കൂടിയും അച്ഛനമ്മയും കൂടിയും ചേർന്നിട്ട് ഇങ്ങനെ രസം അനുഭവിച്ചു. വാത്സല്യ രസം, മാധുര്യ രസം, സാഖ്യരസം ചേർന്നിട്ട് അനുഭവിച്ചു. അതാണ് ഗോവർദ്ധൻ ലീലയുടെ മഹിമ. ഗോവർദ്ധൻ ഒരു വലിയ സേവകനാണ്. ഹരിദാസവര്യൻ, ഉത്തമമായിട്ടുള്ള ദാസമാണ് ഹരിദാസന്മാരിലെ എന്ന് പറഞ്ഞിട്ട് ഗോപികൾ പറയുന്നു അദ്ദേഹത്തിനെ കുറിച്ച്. ഇത്ര ഒരു വലിയൊരു സന്ദർഭം നമുക്ക് തന്നല്ലേ, 7 ദിവസം. ഇത് ഗോവർദ്ധൻ മലയുടെ സേവയാണ്. അപ്പോൾ ഗോവർദ്ധൻ മല ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തനാണെന്ന് ഗോപികൾ പറയുന്നത്. ഇങ്ങനെ രസതത്വം, ഈ രസം അറിഞ്ഞെങ്കിൽ നമുക്ക് ഭഗവാനെ ചെയ്യുന്ന ലീലകളൊക്കെ ഇനിയും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതാണ് മെയിനായിട്ടുള്ള പോയിന്റ് എനിക്ക് പറയുന്നുണ്ട്. രസിക ഗ്രന്ഥം ഈ ഭാഗവതം ഒരു ബദ്ധജീവന് ആ രസം വീണ്ടും കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന് ഈ മായാരസം ഇൻസിഗ്നിഫിക്കൻ്റ് ആവും. മായാരസത്തെ വിട്ട് ഭക്തി രസത്തെ പിടിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്ക് എല്ലാവർക്കും കൃഷ്ണൻ്റെ മുകളിൽ ഈ സംബന്ധം, ഈ രസം ഉണ്ട് നമുക്ക്. അത് പുറത്തെടുക്കണം നമ്മൾ. അതാണ് ഭക്തി യോഗം എന്ന് പറയുന്നത്. ഈ ഹരിനാമ സങ്കീർത്തനം നമ്മൾ ചെയ്യുന്നപ്പോൾ, ഭഗവാനെ സേവിക്കുന്നപ്പോൾ, ഭഗവാനെ പൂജ ചെയ്യുന്നപ്പോൾ, ഭാഗവതം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ കേൾക്കുന്നപ്പോൾ ഈ ഭക്തി ഉത്പന്നമായും ഉള്ളോട്ട് വരും. അതാണ് ഭക്തി യോഗം. ഇത് ആർട്ടിഫിഷ്യലായിട്ട് പുറത്തുനിന്നും അകത്ത് എടുത്തുകൊണ്ട് വന്ന നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യാക്കാവുന്നായി ശ്രവണാദി ശുദ്ധ ചിത്തേ കുറേ ഉദയ. ഇത് പുറത്തുനിന്ന് എടുത്ത് വരുന്ന ഒരു സാധനമല്ല. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, മെഡിസിൻ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അകത്തില്ല എന്നോട്. അവിടെ 7 വർഷം ഇരുന്ന് 6 വർഷം ഇരുന്ന് എക്സാമൊക്കെ എഴുതി പ്രാക്ടിക്കലൊക്കെ ചെയ്ത് പല ശവങ്ങളെല്ലാം ഡൈസെക്ട് ചെയ്ത് അവിടുന്ന് നോക്കി അവസാനം നമുക്ക് ഈ ഡിഗ്രി കിട്ടും. ഈ വിഷയം, ഈ ജ്ഞാനം നമ്മളകത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ പറന്നു പോകും? അത് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. കുറച്ച് പ്രാക്ടീസ് ചെയ്തില്ലേ 1 വർഷം എന്ന് പറഞ്ഞാൽ അതെല്ലാം പോകും. അങ്ങനെ പോലെയല്ല ഇത് ഭക്തി. ഭക്തി വളരെ നാച്ചുറലാണ്. നിങ്ങളടുത്ത് ഓൾറെഡി അതുണ്ട്. നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യാക്കാവുന്നായി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന കാര്യമല്ല. ശ്രവണാദി ശുദ്ധ ചിത്തേ കുറേ ഉദയ. നമ്മൾ ഹരിനാമ സങ്കീർത്തനം ചെയ്ത് ഭഗവാനുടെ ഭക്തി ചെയ്താൽ അത് പ്യൂരിഫിക്കേഷനായി അത് പുറത്തു വരും. എല്ലാവരിടത്തും ഹൃദയത്തിൽ ഈ ഭക്തി ഉണ്ട്. ഭഗവാന്റെ കൂടെ ഒരു പ്രത്യേകമായിട്ടുള്ള രസം ഉണ്ട്. അതാണ് ഓരോരുത്തരുടെ സ്വരൂപം എന്ന് പറയുന്നത്. ഒറിജിനൽ സ്വരൂപം, ആത്മീയമായിട്ടുള്ള ലോകത്തിലെ നിങ്ങളുടെ സ്വരൂപം അതാണ്. ഈ ലോകത്തിന് ഇരിക്കുന്ന ആൾക്കാരിലല്ല നമ്മൾ ഭാഗവതത്തിൽ പറയുന്നത്. ഇത് ടെമ്പററി സ്ഥലമാണ്. നമുക്ക് ബദ്ധജീവന്മാർക്ക് ഈ മായാരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരം, ഓരോരോ ജന്മത്തിൽ ഓരോരോ വിധമായിട്ടുള്ള മായാരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കർമാനുസാരം ഈ ശരീരം കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമാണ് ഭക്തിരസം. ആ ആത്മ അതാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തില്. പക്ഷെ അത് എവിടെയും കിട്ടുന്നില്ല. ഇവിടെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയും കൂടി നമുക്ക് ഈ രസം കിട്ടുമോ? എൻ്റെ ഭാര്യാൻ്റെ കൊടുത്ത് ഇത് കിട്ടുമോ? ഇല്ല. ഇവിടെ കിട്ടുമോ? സൊസൈറ്റിയിൽ കിട്ടുമോ? ഫ്രണ്ട്സിന് കൂടി കിട്ടുമോ എന്ന് പറഞ്ഞ് തേടിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് ഇവിടെ എവിടെയും കിട്ടില്ല. എല്ലാം ഡിസപ്പോയിൻമെൻ്റാണ്. ഇവിടെ എല്ലാ റിലേഷൻഷിപ്പും വിനാശം. ഒരു നാൾ നിങ്ങൾ പോവും, ആ റിലേഷൻഷിപ്പും പോവും, മറ്റേയാൾ പോവും. അപ്പോൾ ഉത്തമമായിട്ടുള്ള രസം, ഭക്തി രസം, നിത്യമായിട്ടുള്ള രസമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഭാഗവതത്തിൽ പറയുന്നത്. അത് ഈ കലിയുഗത്തിൽ ആ ഭഗവാൻ തന്നെ വന്നിട്ട് വളരെ സുലഭമായിട്ടുള്ളൊരു മാർഗം കാണിച്ചിരിക്കുന്ന ഹരിനാമ സങ്കീർത്തനത്തിൻ്റെ മാർഗം. ഇതിനെക്കുറിച്ച് എല്ലാ ഭക്തന്മാരും പറഞ്ഞിരിക്കുന്നു. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നു, എല്ലാവരും പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ശരിയായിട്ട് ഹരിനാമ സങ്കീർത്തനം ചെയ്യാം. ഭാഗവതം പറഞ്ഞെങ്കിൽ ഹരിനാമം ചെയ്യണം. ഇത് രണ്ടും ചേർന്നിട്ടാണ് ചെയ്യണം. അല്ലെങ്കിൽ ഭാഗവതം പൂർത്തിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം
ഒരു 10-15 നിമിഷം നമ്മളെല്ലാവരും ചേർന്നിട്ട് ഹരിനാമ സങ്കീർത്തനം ചെയ്യാറ്. എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സോറി, എനിക്ക് അറിഞ്ഞ മലയാളത്തിലേ ഞാൻ സംസാരിച്ചു. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ബട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാം.